പ്രിയപ്പെട്ടവരെ, വിരവിമുക്ത ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിരഗുളിക ആൽബൻഡസോൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. കിട്ടാത്തവർക്ക് ഇനിയും ഈ ആഴ്ച കൊടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ മനസ്സിലാക്കേണ്ടത് എന്താണ് വിര ശരീരത്തിൽ ചെയ്യുന്ന ധർമ്മം എന്താണ്, അതിന് ഇതുപോലെയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ഇതുപോലെയുള്ള ഫ്രീ ആയി ലഭിക്കുന്ന പല മരുന്നുകളും കെമിക്കലുകളും നമുക്കും നമ്മുടെ മക്കൾക്കും കുടിക്കാനും മറ്റുള്ളവരെ കുടിപ്പിക്കാനും പ്രേരകമാക്കുന്നത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം എന്നുള്ളത് സൃഷ്ടാവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അതായത് ശരീരത്തിൽ തന്നെ എത്രയോ ബാക്ടീരിയകളും കോടാനക്കോടി ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകളുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ വൻകുടലിൽ നോർമൽ ഫ്ലോറ എന്ന് സാധാരണ പറയും. എത്രയോ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. എന്താണ് അവർ ചെയ്യുന്നത്? നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ വേസ്റ്റിനെ മലമാക്കി മാറ്റുന്നത് അവകളാണ്. മാത്രമല്ല അതിൽ നിന്നും വേണ്ട ശരീരത്തിന് ആവശ്യം വൈറ്റമിൻസ് ഉൽപ്പാദിപ്പിക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അവകൾ ചെയ്യുന്നുണ്ട്. ഇവകളാണ് വിരകളായി മാറുന്നത്. അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആധിക്യം കാരണം നമ്മുടെ മലാശയത്തിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കെട്ടിക്കിടന്ന് അത് വീണ്ടും അടുത്ത ഭക്ഷണം കഴിക്കുക, വീണ്ടും അടുത്ത ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ വരുമ്പോൾ ശരീരം ചെയ്യുന്ന സ്വയം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അവകളെ, ആ കെട്ടിക്കിടക്കുന്ന മലിനമായ ആ വസ്തുവിനെ തിന്ന് തീർക്കാൻ ആവശ്യമായ ജീവികളെ അതിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് തിന്ന് തീർക്കുക എന്നുള്ളത്. ആ ജീവികളാണ് വിര എന്ന് പറയുന്നത്. അവകൾ ചെയ്യുന്നത് അത് തിന്ന് തീർത്ത് കഴിഞ്ഞാൽ അത് സ്വയം ചത്ത് ശരീരത്തിൽ നിന്നും മലത്തിലൂടെ പുറത്തേക്ക് പോകും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. സൃഷ്ടാവ് ഈ പ്രകൃതിയിൽ വെച്ചൊരു സിസ്റ്റമാണ്. ഇത് ശരീരത്തിൽ മാത്രമല്ല, പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാങ്ങ അത് പഴുത്ത് പാകമായി വീണു, ആരും അത് ഉപയോഗിച്ചില്ല, അതവിടെ കിടന്നു ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്ന് തന്നെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ തിന്ന് തീർക്കാൻ ആവശ്യമായ പുഴുക്കൾ വരും. അത് തിന്ന് തീർത്ത് ആ പുഴുക്കൾ സ്വയം വീണ്ടും ചത്തൊടുങ്ങും. ഇത് ഈ പ്രകൃതിയിൽ ഒരു മലിനം അവശേഷിക്കാതിരിക്കാൻ വേണ്ടി സൃഷ്ടാവ് സംവിധാനിച്ച സിസ്റ്റമാണ്. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഈ അണുക്കൾ തന്നെയാണ് വിരകളായി മാറി ആ മലിനമായ വസ്തുവിനെ തിന്ന് തീർത്ത് അവകൾ സ്വയം നശിച്ചു പോകും. അപ്പോൾ അവർ ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ, എങ്കിൽ ശരീരത്തോടെ അക്രമമാണോ? അല്ല, ഒരിക്കലില്ല. ശരീരത്തോട് ചെയ്യുന്ന നന്മയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗുളിക കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അവകളെ അതിൻ്റെ ഉള്ളിലിട്ട് കൊല്ലുകയാണ്. നന്മയായ കാര്യം, അതായത് നമ്മുടെ ശരീരത്തെ മാലിന്യത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ വിരകളെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ആ മാലിന്യം അവിടെ തന്നെ കെട്ടിക്കിടന്ന് കൂടുതൽ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകും. കൂടുതൽ ടോക്സിക്കായ അവസ്ഥ അതിൽ നിന്നും രൂപപ്പെടും. അത് മറ്റ് രോഗങ്ങൾക്ക് കാരണമാകും. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ നോർമൽ ഫ്ലോറ എന്ന് പറയുന്ന സൂക്ഷ്മാണുക്കളും ഇതിൻ്റെ കൂടെ നശിച്ചാൽ നമുക്ക് പല പ്രയാസങ്ങൾ, ദഹനക്കേട്, മറ്റ് പ്രയാസങ്ങൾ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആവും, വേണ്ട രീതിയിൽ വൈറ്റമിൻസ് കിട്ടില്ല, ഇങ്ങനെ പല പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നന്മ ചെയ്യുന്ന ഇവകളെ നശിപ്പിക്കാൻ നമുക്ക് യാതൊരുവിധ അവകാശവുമില്ല. ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മളിതുപോലെയുള്ള മരുന്നുകളും മറ്റ് രാസപദാർത്ഥങ്ങളൊക്കെ കുടിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത് കഴിച്ചാൽ ലിവറിന് മറ്റും പ്രയാസങ്ങളും ഭാവിയിൽ കൂടുതൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ വിര എന്നുള്ളത് അവർ നന്മ ചെയ്യുകയാണ്. ഇനി അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? വിര എന്നത് ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, കുട്ടികൾക്കാണ് കൂടുതലുണ്ടാവുക. മുതിർന്നവർക്കും കാണും. ഇത് വരാനുള്ള കാരണം, സാധാരണ ഉമ്മമാർ കുട്ടികൾക്ക് വീണ്ടും, അതായത് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും. അവൻ്റെ കുട്ടി തടിക്കണം, വെളുക്കണം, നല്ലതാവണം എന്നൊക്കെ പറഞ്ഞ്. ഇതെന്താ, നമ്മളെ ശരീരത്തിൽ ദഹിക്കാതെ ഭക്ഷണം കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു വീണ്ടും ഭക്ഷണം കഴിച്ചു വീണ്ടും ഭക്ഷണം കഴിച്ചു, ഈ അവസ്ഥ വരുമ്പോൾ നമ്മളെ മലാശയത്തിൽ അല്ലെങ്കിൽ വൻകുടൽ മാലിന്യം കെട്ടിക്കിടന്ന് അതിൽ നിന്നാണ് വിരകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതില്ലാതിരിക്കാൻ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് യാതൊരു വിരശല്യം ഉണ്ടാവില്ല. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ. അതുപോലെ വൈകിട്ട് രാത്രി നേരത്തെ ഒരു 7 മണിക്ക് മുമ്പായി ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കുക. രാത്രി വൈകി ഭക്ഷണം കഴിച്ചാൽ അതും ദഹനപ്രക്രിയക്ക് ബാധിക്കുകയും ഇതുപോലെയുള്ള വിരശല്യം അതിൻ്റെ ഉദാഹരണം മാത്രം. ഇതുപോലെ എത്രയോ പ്രയാസങ്ങൾ എല്ലാം അധികരിച്ച ഭക്ഷണത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാം ഈ സത്യത്തെ മനസ്സിലാക്കുക. അനാവശ്യമായ ഇതുപോലെയുള്ള കെമിക്കലുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കി ഈ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് ഈ സത്യത്തെ മനസ്സിലാക്കി കൊടുത്ത് നന്മയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സൃഷ്ടാവ് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.